കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ കല്ലറ തുറന്ന പരിശോധന പൂർത്തിയായി. സെമിത്തേരി കല്ലറയിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. പള്ളി രേഖകളിലുള്ള 2 മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത്. 2005-ലും 2016-ലും മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. കല്ലറയിൽ നിന്നുള്ള സാമ്പിളുകൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്നും കണ്ണൂർ SP വ്യക്തമാക്കി. പ്രഥമ ദൃഷ്ട്യാ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അകത്ത് സംശയങ്ങളൊന്നുമില്ല, ഇതിലൊരു ദുരൂഹത ഇല്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അല്ല, അത് 2 ഇതായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഒരു പ്രഥമ ഒരു ഇൻക്വയറിയും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽസിൽ നമ്മളിപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ നമ്മൾ വെച്ചിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ബോഡി തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ബാക്കി അവിടുത്തെ എൻക്വയറി നടക്കട്ടെ, അതിൻ്റെ ശേഷം ബാക്കി പറയാം. അല്ലായിരുന്നു, പായ നിവർത്തി തന്നെ ഒരു ബോഡിയുടെ താഴെ വെച്ചിരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഓക്കെ, തുടർ പരിശോധന നടത്തും, അയക്കുന്നുണ്ട്. കൂടുതലായുള്ള കാര്യം പരിശോധിച്ചിട്ട് പറയാം. 2 ബോഡിയും കൃത്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ബാക്കി സ്ഥലങ്ങളും പരിശോധിച്ചു, ബാക്കി സംശയിക്കുന്ന കാര്യങ്ങൾ ബന്ധുക്കൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ണൂർ വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ കല്ലറ തുറന്ന പരിശോധന പൂർത്തിയായപ്പോൾ സെമിത്തേരി കല്ലറയിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പോലീസിന്റെ പ്രാഥമിക നിഗമനമടക്കം ഇതിൽ ദുരൂഹതയില്ല എന്ന് തന്നെയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ഈ കല്ലറ തുറന്ന പരിശോധനയ്ക്ക് ശേഷം വലിയൊരു ദുരൂഹതയാണ് ഒഴിയുന്നത്. മാത്രമല്ല, ഇതിൽ DNA പരിശോധനാ ഫലം അടക്കം കാത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഉമ, ഈ ഏതാണ്ട് 12 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ദുരൂഹത നീങ്ങുന്നത്. 13-ാം തീയതിയാണ് കല്ലറ തുറന്നപ്പോൾ ഒരു പായയെ കണ്ടെത്തി. പായയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു മൃതദേഹമുണ്ടോ എന്നുള്ളതായിരുന്നു സംശയം. നേരത്തെ 2 മൃതദേഹങ്ങൾ സംസ്കരിച്ചതിൻ്റെ രേഖകൾ പള്ളിയിലുണ്ടായിരുന്നു. എന്നാൽ ഇത് 3ാമതൊരു മൃതദേഹമാണോ എന്ന സംശയമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കല്ലറ തുറന്ന് പരിശോധിച്ചത്. തഹസിൽദാരുടെയും അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും പോലീസ് സർജന്റെയും എല്ലാം തന്നെ സാന്നിധ്യത്തിൽ കല്ലറ തുറന്ന് പരിശോധിച്ചപ്പോൾ 2 മൃതദേഹ അവശിഷ്ടങ്ങൾ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. അത് 2006-ലും 2015-ലും അടക്കം ചെയ്ത പള്ളി രേഖകളിലുള്ള മൃതദേഹങ്ങൾ തന്നെയാണ്. 3ാമതൊരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ദുരൂഹത നീങ്ങിയിരിക്കുകയാണ്. ഈ കല്ലറയിൽ കണ്ട പായ അത് 2006-ൽ അടക്കം ചെയ്ത മൃതദേഹത്തിനൊപ്പമുള്ളതാണ് എന്നുള്ളതാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും കല്ലറ തുറന്ന സാഹചര്യത്തിൽ ഈ അവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്കുൾപ്പെടെ കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ദുരൂഹതയില്ല എന്ന് വ്യക്തമായതോടുകൂടി ഈ ഇടവകയിലെ നിവാസികളുടെയും അതോടൊപ്പം തന്നെ വികാരി എല്ലാം നേരത്തെ ഉയർത്തിയിട്ടുള്ള ആശങ്കകളെല്ലാം തന്നെ ഒരു വിരാമമായിരിക്കുകയാണ്. ദുരൂഹത നീങ്ങി എന്നുള്ളതാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. ഉമ, എന്തായാലും വാണിയമ്പാറ പള്ളി സെമിത്തേരിയിലെ ദുരൂഹത ഒഴിയുകയാണ്. ഇതിലൂടെ വലിയൊരു ആശങ്കയാണ് ഒഴിയുന്നത്. സന്തോഷമാണ് വിവരങ്ങൾ നൽകിയത്.